ഈ ഐക്യദാർഢ്യ സംഗമത്തിൻ്റെ അധ്യക്ഷൻ SDPIയുടെ ജില്ലാ പ്രസിഡന്റ് CR സാഹിബ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത SDPIയുടെ സംസ്ഥാന സമിതി അംഗം ആദരണീയനായ ജോർജ് മുണ്ടക്കൻ അവർ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ സ്നേഹിതനും നേതാവുമായ MK ഫൈസിയുടെ അറസ്റ്റിനെതിരായ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യ സംഗമത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നമ്മൾ ഓരോ ആളുകളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെടുകയും ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലുമുള്ള നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതിനു ശേഷം അന്വേഷണ ഏജൻസികൾ നിശബ്ദമായിരിക്കുന്നു എന്ന് തോന്നിയ സമയത്താണ് പോപ്പുലർ ഫ്രണ്ട് ബന്ധം ആരോപിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ ദേശീയ അധ്യക്ഷനെ സാമ്പത്തിക കുറ്റം ആരോപിച്ച് ഈ നോമ്പുകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. MK ഫൈസി അറസ്റ്റ് ചെയ്യാനുണ്ടായ പശ്ചാത്തലം കേവലമായ സാമ്പത്തിക പ്രശ്നമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. സാമ്പത്തിക ട്രാൻസാക്ഷൻ്റെ പേരിൽ, ക്രയവിക്രയങ്ങളുടെ പേരിൽ, ഇടപാടുകളുടെ പേരിൽ UPയിലെ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്ന റൌഫിനെയും അതുപോലെ സമാനമായ ആളുകളുടെയും ഒക്കെ അനുഭവം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളോ ക്രമക്കേടുകളോ ചാക്കൽ കെട്ടി നോട്ടുകളുടെ കടത്തലുകളോ ഒന്നുമല്ല ഈ ആളുകളുടെ സാമ്പത്തിക കുറ്റം ഇവർക്കെതിരെയുള്ള ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം. പക്ഷേ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിനുണ്ടായ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് പറയുന്നത് പോയ ആഴ്ചകളിൽ നമ്മുടെ രാജ്യത്ത് കണ്ട SDPIയുടെ നേതൃത്വത്തിൽ നടന്ന വഖഫ് പ്രതിഷേധങ്ങളായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് വഖഫ് പോലെയുള്ള ഒരു പ്രശ്നത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിനെ, മുസ്ലിം മത നേതാവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നത് ഒരു വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. 2 ദശാബ്ദമായി ജയില് സമാനമായ ജീവിതവും നടത്തുന്ന ഏതാണ്ട് മൃതപ്രായനായി മാറിയിരിക്കുന്ന അബ്ദുൽ നാസർ മഅദനിയുടെ അവസ്ഥ സാദിഖ് മൗലവി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അബ്ദുൽ നാസർ മഅദനിക്ക് ജയിലിൽ പോകേണ്ടി വന്നത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടായിരുന്നില്ല. അവർണ്ണൻ അധികാരം എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതിന്റെ പേരിൽ മാത്രമായിരുന്നു അബ്ദുൽ നാസർ മഅദനിക്ക് ജയിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ജാതീയതയ്ക്കെതിരെ ശബ്ദിക്കുകയും ബ്രാഹ്മണ്യ സവർണ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഓരോ ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതും ജയിലിലടയ്ക്കപ്പെടേണ്ടതുമാണെന്നാണ് ഈ രാജ്യത്തെ മനുവാദ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാ കാലത്തും ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേവലം RSSൽ മാത്രമോ BJPയിൽ മാത്രമോ ഒതുങ്ങുന്ന ഒരു കാഴ്ചപ്പാടല്ല. ഇന്ത്യ രാജ്യത്ത് BJPയും RSSും അധികാരത്തിൽ എത്തുന്നതിന് ശേഷം മാത്രമല്ല
ഇത്തരം അറസ്റ്റുകളും പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് ഉള്ളത് എന്ന് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടനയെ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് തമിഴ്നാട്ടിലെ ജനത. ഇന്ത്യ രാജ്യത്തെ സാമ്പ്രദായികമായ മനുവാദ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു സമൂഹം എന്ന നിലക്ക് വളരെ അടിസ്ഥാനപരമായ സവിശേഷതകളുള്ള ഒരു ജനവിഭാഗമാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. ഇന്ത്യ രാജ്യത്ത് UAPA എന്ന് പറയുന്ന ഭീകരമായ ഒരു നിയമം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ആദ്യമായി പാസാക്കിയത്, കണ്ടീഷനോടുകൂടി പാസാക്കിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിമോചന ശബ്ദങ്ങളെ ചെറുക്കാനാണ് എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അറിയുന്ന ഓരോ ആളുകൾക്കും അറിയുന്നതും മനസ്സിലാക്കുന്നതുമാണ്. നമ്മൾ ഇന്ന് കാണുന്ന മുസ്ലിംകളെ വേട്ടയാടുന്ന, ദളിതുകളെ, പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന UAPA എന്ന നിയമം ഈ രാജ്യത്തെ തമിഴ്നാട്ടിലെ വിമോചന ശബ്ദങ്ങളെ ചെറുക്കാൻ വേണ്ടിയായിരുന്നു എന്ന പാഠം നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് അത് BJPയുടെ മാത്രം കുത്തകയോ അല്ലെങ്കിൽ RSSന്റെ മാത്രം കുത്തകയോ അല്ല. ഈ രാജ്യത്തെ സവർണ പ്രത്യയശാസ്ത്രങ്ങളെയും താല്പര്യങ്ങളെയും എതിര് നിൽക്കുന്ന മുഴുവൻ വിഭാഗങ്ങളെയും അമർച്ച ചെയ്യാൻ ഈ രാജ്യത്തെ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പൊ നിരോധനങ്ങളുടെ കാലമാണ്. 2001 സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിമി നിരോധിക്കപ്പെട്ടത്. 1992 ബാബരി മസ്ജിദിന്റെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയും ISS എന്ന് പറയുന്ന അബ്ദുൽ നാസർ മഅദനിയുടെ പാർട്ടിയും ഇവിടെ നിരോധിക്കപ്പെട്ടത്. ബാബരി മസ്ജിദ് തകർത്തതിന് കർസേവയ്ക്ക് പോയ പാർട്ടി ആയിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമി. ISSഉം ഈ രാജ്യത്ത് നിന്ന് അയോധ്യയിലേക്ക് കർസേവയ്ക്ക് പോയ പാർട്ടി ആയിരുന്നില്ല. പക്ഷെ ഇന്ത്യ രാജ്യത്ത് നിരോധനം വന്നപ്പോൾ മസ്ജിദ് നഷ്ടപ്പെട്ട ജനവിഭാഗത്തിനെ പ്രതിനിധീകരിച്ച വിഭാഗം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ISSഉം ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെടുകയുണ്ടായി. ഈ അടുത്ത കാലത്താണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മുസ്ലിം സാമുദായിക നവോത്ഥാന നവീകരണ പ്രസ്ഥാനത്തെ ഈ അടുത്തയിടെ നിരോധിക്കപ്പെട്ടത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന MK ഗാന്ധിയെ കൊന്നിട്ട് ആ കൊലയുടെ പകരമായി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS എന്ന് പറയുന്ന സംഘടന. ഗാന്ധിയെ കൊന്ന് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ പ്രവർത്തന പദത്തിൽ നിലനിന്ന RSSനെ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധനം പിൻവലിക്കുന്നത് വരെ ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട RSSന്റെ നേതൃത്വത്തിലാണ് 2001 വാജ്പേയി അധികാരത്തിൽ വന്ന കാലത്ത് സിമി നിരോധിക്കപ്പെടുന്നത്, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നത്. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ തയ്യാറാകണം, ഞങ്ങളെയൊക്കെ നിരോധിച്ച് ചരിത്രം ഇവിടെ നിൽക്കട്ടെ, ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ പുലരിയിൽ തന്നെ നിരോധിക്കപ്പെട്ട RSSന്റെ ആളുകൾ, അവരുടെ രാഷ്ട്രീയ രൂപമായ BJPയുടെ ആളുകൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് നേരെയും ഇവിടെയുള്ള ഇതര സംഘടനകൾക്ക് നേരെയും മാവോയിസ്റ്റുകൾക്ക് നേരെയും ഒക്കെ അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് നിരോധനത്തിന്റെ ഭീഷണി മുഴക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മൾ RSSന്റെ നിരോധനത്തെ മറന്നുകൊണ്ടായിരിക്കരുത് നമ്മൾ അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം സമൂഹത്തെ പ്രത്യേകമായി നമ്മൾ എടുത്തു നിന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കളൊക്കെ തന്നെ ജയിലിലാണ്. അവരെക്കുറിച്ച് അവരിൽ ഓരോ ആളുകളെയും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയുന്ന യുവതലമുറയിലെ ഒരുപാട് നേതാക്കന്മാർ ജയിലിലുണ്ട്. ഷർജീൽ ഇമാമിനെ പോലെ, ഉമർ ഖാലിദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ രാജ്യത്തെ ജയിലിൽ കഴിയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായി വാർദ്ധക്യത്തിന്റെ അങ്ങേ തലക്കിലെത്തിയ രോഗബാധിതനായി അബൂബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രൊഫസർ P. കോയ സാഹിബിനെ പോലെയുള്ള ആളുകൾ, EM അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ, നസ്രുദ്ദീൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ രാജ്യത്തെ ജയിലിൽ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മരണപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടൽ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇടതുപക്ഷ സഹയാത്രികനും മാവോയിസ്റ്റ് പ്രവർത്തകനുമൊക്കെ ആയിരുന്ന കടൽ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. കടൽ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ച ദിവസം ഇടതുപക്ഷ സഹയാത്രികനും CPIയുടെ നേതാവുമൊക്കെ ആയിരുന്ന AP കുഞ്ഞാമു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. AP കുഞ്ഞാമു പറഞ്ഞു, കടൽ മുഹമ്മദിനെ ഞാൻ കാണുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് പ്രൊഫസർ P. കോയയോടൊപ്പമാണ്. സാധാരണക്കാരനായ കോഴിക്കോട്ടെ മാനാഞ്ചിറയുടെ മുമ്പിൽ കടൽ വിറ്റ് ജീവിച്ചു കഴിഞ്ഞിരുന്ന ആ മനുഷ്യനെയും കൂട്ടി പലപ്പോഴും ഞാൻ കണ്ടിരുന്നത് പ്രൊഫസർ P. കോയയോടൊപ്പമായിരുന്നു എന്ന് കുഞ്ഞാമു സാഹിബ് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊഫസർ P. കോയയെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ രോഗക്കിടക്കയിലായിരുന്ന ഈ കടൽ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് വട്ടം കുഞ്ഞാമുക്കായെ വിളിച്ചിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കോയയെ നമുക്ക് ഇറക്കണ്ടേ,
കോയയ്ക്ക് വേണ്ടി നമുക്ക് ശബ്ദിക്കണ്ടേ എന്ന് ഒരുപാട് വട്ടം ചോദിച്ചതിനെ കുറിച്ചുള്ള അനുഭവമാണ് കടല മുഹമ്മദിനെ അനുസ്മരിക്കാൻ എഴുതിയ കുറിപ്പ് യഥാർത്ഥത്തിൽ പ്രൊഫസർ പി കോയയെ കുറിച്ചുള്ള ഓർമ്മകളായി മാറുന്നതായിരുന്നു എ പി കുഞ്ഞാമു സാഹിബിന്റെ കുറിപ്പ് എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതില് കടല മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞപ്പോ എ പി കുഞ്ഞാമു പറഞ്ഞത്, എനിക്ക് വിശക്കുമ്പോ, എന്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോ, എനിക്ക് സങ്കടം വരുമ്പോ, എന്റെ വീട്ടുകാരന് രോഗം വരുമ്പോ പൈസ ചോദിച്ച് ഞാൻ പോകുന്ന മനുഷ്യനായിരുന്നു പ്രൊഫസർ പി കോയ എന്ന് കടല മുഹമ്മദ് പറഞ്ഞതിന്റെ ഓർമ്മകളാണ് ആ കുറിപ്പിൽ പങ്കുവച്ചിരുന്നത്. അത് കടല മുഹമ്മദിന്റെ മാത്രം അനുഭവമല്ല. കോയ സാഹിബിനെ വളരെ അടുത്തറിയുന്ന, വളരെ സ്നേഹബന്ധം പുലർത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, കോഴിക്കോട്ടെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ, സാധാരണക്കാരായ മനുഷ്യർ, ദളിതർ, ആക്ടിവിസ്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ സഹായിയായിരുന്നു. കോഴിക്കോട് ടൗണിലെത്തിയാൽ വണ്ടിക്കൂലിക്ക് പണമില്ലാത്തവൻ ആദ്യം ഓടി ചെല്ലുന്നത് കോഴിക്കോട് ഇസ്ലാമിക് യൂത്ത് സെന്ററിലേക്കായിരുന്നു ഒരു കാലം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ആക്ടിവിസ്റ്റുകൾക്ക് ചിരപരിചിതമായ, സുപരിചിതമായ ഒരു കാലഘട്ടമാണ് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മതം നോക്കിയും കൊണ്ടു നടക്കുന്ന പാർട്ടിക്കാരന്റെ കൊടി നോക്കിയുമായിരുന്നില്ല ആ മനുഷ്യൻ സഹായിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയധാരകളോട് എതിർത്തിരുന്ന, SDPയുടെ ആശയധാരയോട് ചേരാതെ കൊടിമാറി പിടിച്ചിരുന്ന ഒരു മാവോയിസ്റ്റ് പ്രവർത്തകനായിരുന്ന കടല മുഹമ്മദിന് തന്റെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും പേരിലായിരുന്നില്ല പ്രൊഫസർ പി കോയ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. മറിച്ച് മനുഷ്യൻ എന്ന നിലയ്ക്ക്, നീതി നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ആയിരുന്നു ആ മനുഷ്യനെ ചേർത്തു പിടിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ഒരുപാട് വൈകി. ഒരുപാട് ആളുകൾ പ്രസംഗിക്കാൻ ഈ വേദിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ജയിൽ കാണിച്ച് ഭയപ്പെടുത്തപ്പെടേണ്ട ഒന്നും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെയും പിന്നോക്ക വിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ജയിലുകളെന്നല്ല ഒരു ഭരണ സംവിധാനവുമായിട്ടില്ല എന്ന കാര്യമാണ് നമുക്കാകെ ഈ രാജ്യത്തെ ശത്രുപക്ഷത്തോട് നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്തു നോക്കൂ. ഇപ്പോൾ ഈ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടകൾ കേവലമായ ഒരു വഖഫ് പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദ് പിടിച്ചെടുക്കലോ മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ ശബ്ദം ഏതെങ്കിലും ഇതര മതസ്ഥരായ മനുഷ്യന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഉണർത്താൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ്. കാരണം ഇസ്ലാമോഫോബിയ അതിന്റെ ഏറ്റവും ഭീകരമായ രൂപം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ബാബരി മസ്ജിദ് സംഘപരിവാർ കയ്യേറിയത്? സമ്പന്ന മസ്ജിദിലേക്ക് എന്തിനാണ് അവർ കടന്നു കയറുന്നത്? ഷാഹി മസ്ജിദിലേക്കും മറ്റിതര മസ്ജിദുകളിലേക്കും അവർ അവകാശവാദം ഉന്നയിക്കുന്നത് എന്തിനാണ്? അത് ഔറംഗസീബ് പണിതത് കൊണ്ടോ ബാബർ പണിതത് കൊണ്ടോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, മുസ്ലിംകളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ഫർളുകളിലേക്കുള്ള കൈവയ്ക്കലാണ് ഇവിടെ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഫർളായ നമസ്കാരത്തിന് മേലുള്ള കൈവയ്ക്കലാണ് സംഘപരിവാർ മസ്ജിദുകളെ വേട്ടയാടുന്നതിലൂടെ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം ഈ രാജ്യത്ത് റദ്ദ് ചെയ്യപ്പെടണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2000 രൂപയാണ് ഈ രാജ്യത്ത് ഇപ്പോൾ പിരിവ് കൊടുക്കാനുള്ള അവകാശം. 2001 രൂപ കൊടുത്താൽ നമ്മൾ അറസ്റ്റിലായപ്പെടും. പ്രിയപ്പെട്ടവരെ, കേവലം 2000 രൂപയുടെ സാമ്പത്തിക വിക്രയത്തിന് വേണ്ടി അല്ല ആ നിയമം. മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ നമസ്കാരത്തോട് ചേർത്ത് ഖുർആൻ പറഞ്ഞ സക്കാത്തിന് മേലെയുള്ള അവരുടെ 2.5% അവരുടെ ജീവിതത്തിന്റെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന്റെ ടാക്സ് ആയ 2.5% കൊടുക്കുന്നതിന് മേലുള്ള കൈവയ്ക്കലാണ് ഈ ഇഡിയും അതുപോലെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് രൂപപ്പെടുത്തിയിരിക്കുന്ന ഓരോ സംവിധാനവും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അവർ നമസ്കാരത്തിനും സാമ്പത്തികമായ സുരക്ഷയുടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുഗൾ ഭരണാധികാരികൾ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇന്ത്യയിലെ ഒരു മതസ്ഥാപനവും ഒരു മതവിദ്യാലയവും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് മുമ്പിൽ കൈവച്ച് ഓച്ചാനിച്ച് നിന്നിട്ടില്ല. എന്തായിരുന്നു കാരണം? അവർക്ക് ഈ രാജ്യത്തിന്റെ ഖജനാവിനേക്കാൾ വലിയ അളവിൽ, അതിനേക്കാൾ വലിയ തോതിൽ സമ്പന്നമായ വഖഫിന്റെ ആസ്തി ഇന്ത്യ രാജ്യത്തെ മതപാഠശാലകൾക്കും മസ്ജിദുകൾക്കും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭരണകൂടത്തിന്റെ മുമ്പിൽ ഒരു ദിവസം പോലും അവർ ഓച്ചാനിച്ച് നിൽക്കാതിരുന്നത് എന്ന ചരിത്രപാഠം നമുക്കറിയാം. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ച് മാത്രം മുസ്ലിങ്ങൾ നിന്നാൽ മതി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫിന് മേലുള്ള കൈവയ്ക്കലും നമ്മൾ മനസ്സിലാക്കണം. ഔറംഗസീബിന്റെ കബർമാന്തൽ ഈ രാജ്യത്ത് ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഔറംഗസീബ്? ഔറംഗസീബ് ഇന്ത്യ രാജ്യം ഏറ്റവും അധികം സമ്പന്നമായിരുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഔറംഗസീബിന് മുമ്പും ഔറംഗസീബിന് ശേഷവും ഇന്ത്യ രാജ്യത്ത് ഒരിക്കൽ പോലും ആ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആഗോള സാമ്പത്തിക സൂചികയുടെ 3 രൂപ ലോക മാർക്കറ്റിലുണ്ടെങ്കിൽ അതിൽ 2 രൂപയും ഇന്ത്യ രാജ്യത്തിന്റെ ഖജനാവിലായിരുന്ന കാലമാണ് മഹാനായ ഔറംഗസീബ് ആലംഗീരി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്നത്. നരേന്ദ്രമോദി കോട്ട് തയ്ക്കാൻ ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഔറംഗസീബിന്റെ ചരിത്രം അറിയണം. വിശുദ്ധ ഖുർആൻ പകർത്തി എഴുതിയും തുന്നിയും
ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കെ തന്റെ വിഷപ്പടക്കാൻ തുണി തുന്നി ജീവിച്ച ഒരു മനുഷ്യനാണ് ഔറംഗസീബ് ആലംഗീരി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ധീരനായ ഒരു മനുഷ്യനും നമ്മൾ മനസ്സിലാക്കണം. ഔറംഗസീബിനെ അനുകൂലിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ ഒരു നിയമസഭാംഗത്തിന് നോട്ടീസ് കൊടുത്തത്, അവരുടെ പാർട്ടി നോട്ടീസ് കൊടുത്തത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ടിപ്പു സുൽത്താനെയോ ഔറംഗസീബിനെയോ തള്ളി പറഞ്ഞുകൊണ്ട് ഏതായാലും ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനായി ആരും മേനി നടിക്കാൻ ഈ രാജ്യത്തെ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ജയിലാണ് നമ്മുടെ പ്രശ്നം. MK ഫൈസി ജയിലിലാണ്. നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട നേതാക്കൾ, സ്നേഹിതന്മാർ, അവരൊക്കെ ജയിലിലാണ്. ജയിലിന്റെ ഒരു അനുഭവം കൂടി പങ്കുവെക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം പരപ്പന അഗ്രഹാര ജയിലിൽ ബാംഗ്ലൂർ സ്ഫോടന കേസിൽപ്പെട്ട് കഴിയുന്ന ആളുകളെ സന്ദർശിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന നേതാക്കളോടൊപ്പം ഞാനും പോവുകയുണ്ടായി. അവിടെ ജയിലിലെത്തിയപ്പോ ആ ആളുകളൊക്കെ കഴിഞ്ഞ 17 വർഷമായി പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്നു. ഷിബിരിയും ഷാദ്രിയും നമുക്കറിയാം. കഴിഞ്ഞ 18 വർഷമായി അവർ ഭോപ്പാലിലും അഹമ്മദാബാദിലും ഒക്കെയുള്ള ജയിലുകളിൽ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്തിന്റെ ഒരു തടവറയും, ഒരു അക്രമ ഭരണാധികാരികളുടെ ഒരു തടവറയും അതെത്ര സുരക്ഷിതമെന്ന് തോന്നിച്ചാലും പ്രിയപ്പെട്ടവരെ, മർദ്ദിതന്റെ കണ്ണീര് വീണ് ദുർബലമായ മതിൽക്കെട്ടുകളാണ് നമ്മുടെ രാജ്യത്തെ ഓരോ തടവറയുടേതും എന്ന് ഭരണാധികാരികളും ഓരോ ശത്രുക്കളും മനസ്സിലാക്കുക. ആ മതിൽക്കെട്ടുകളൊക്കെ ദുർബലമായി നിലപ്പുത്തുന്ന കാലം അധിക വിദൂരമല്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് MK ഫൈസി ഉൾപ്പെടെയുള്ള മർദ്ദിതരായ മുഴുവൻ ആളുകളുടെയും മോചനം രാജാതിരാജനായ റബ്ബ് എളുപ്പത്തിൽ സാധ്യമാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.